Hello good people, this is Shankar from Music Production Hub. ഇത് നമ്മൾ കാലി ഓഡിയോയുടെ LP6 V2 സ്റ്റുഡിയോ മോണിറ്റേഴ്സാണ് അൺബോക്സ് ചെയ്യുന്നത്. മോണിറ്റർ പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഗൈഡ് ബോക്സിൽ വരുന്നുണ്ട്. വെർട്ടിക്കൽ പൊസിഷനിലാണ് ഈ സ്റ്റുഡിയോ മോണിറ്റേഴ്സ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത്. സ്റ്റുഡിയോ മോണിറ്റേഴ്സ് ടേബിളിൽ പ്ലേസ് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ഒരു പ്രോപ്പർ സ്റ്റുഡിയോ മോണിറ്റർ സ്റ്റാൻഡിൽ വയ്ക്കുന്നതാണ്. LP6 V2 വേണ്ടി നമ്മൾ സാംസങ്ങിൻ്റെ സ്റ്റുഡിയോ മോണിറ്റർ സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചാനലിലെ മുമ്പ് ചെയ്ത സ്റ്റുഡിയോ മോണിറ്റേഴ്സ് അണ്ടർ 50,000 കമ്പാരിസണിൽ കാലി LP6ൻ്റെ V1നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആ പ്രൈസ് റേഞ്ചിൽ V1 പ്രൊവൈഡ് ചെയ്തത്. അതിനുശേഷം കാലി LP6 V2 റിലീസായപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഒരു പെയർ പർച്ചേസ് ചെയ്തു. കൂടുതലായിട്ടും മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് വർക്കുകൾക്കാണ് കാലി LP6 V2 ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 9 months ആയിട്ട് സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് സൗണ്ടാണ് കാലി LP6 V2 പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ കാലി LP6 V2 ഉപയോഗിച്ച ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ ഹോം സെറ്റപ്പിലേക്ക് വേണ്ടിയിട്ടും കാലി LP6 V2 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്ത 2 സ്റ്റുഡൻസിൻ്റെ കാലി LP6 V2 ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ബൈ ദ വേ, നമ്മുടെ മോണിറ്റർ സ്റ്റാൻഡ് 3 പീസായിട്ടാണ് വരുന്നത്. ഒരു ടോപ്പ് ലൈറ്റ്, സെൻറ്റർ പോൾ ആൻഡ് ലെഗ്സ്. ഇത് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ക്രൂ ആൻഡ് അലൻ കീ പാക്കേജിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അലൻ കീ ഉപയോഗിച്ചിട്ട് സ്ക്രൂസ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റായിട്ട് ത്രെഡ് കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്ക് ടു സ്റ്റുഡിയോ മോണിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാലി LP6 V2 ചൂസ് ചെയ്തത് ഇതൊരു ഐഡിയൽ സൈസ് ആയതുകൊണ്ടാണ്. 6.5 ഇഞ്ചിൻ്റെ ഡ്രൈവേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലോ ഫ്രീക്വൻസി പഞ്ചും വോളിയവും ഈ സ്റ്റുഡിയോ മോണിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂം മോഡ്സും പ്ലേസ്മെൻറ്റും കൊണ്ടുണ്ടാകാവുന്ന ഫ്രീക്വൻസി ഇഷ്യൂസ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഈ മോണിറ്റേഴ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പേസിൽ പ്രൊഡക്ഷൻ റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ മോണിറ്റേഴ്സ് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഏത് മോണിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഒരു റൂമിൽ അത് പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള സൗണ്ട് ട്രീറ്റ്മെൻറ്റ്സ് അത്യാവശ്യം ചെയ്തിരിക്കണം. ഗുഡ് സ്റ്റുഡിയോ മോണിറ്റേഴ്സ് വിത്ത് ഗുഡ് പ്ലേസ്മെൻറ്റ് ആൻഡ് പ്രോപ്പർലി ട്രീറ്റഡ് റൂമാണ് നമുക്ക് നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാനുള്ള ഏക ഓപ്ഷൻ. റൂം ട്രീറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇൻ അഡീഷൻ ടു ദ സ്റ്റുഡിയോ മോണിറ്റർ ഒരു നല്ല പെയർ ഓഫ് ഹെഡ്ഫോൺസ് കൂടി അവരുടെ മോണിറ്ററിങ്ങിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡ്സ് ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് മോണിറ്റർ കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. LP6 V1ഉം LP6 V2ഉം തമ്മിൽ ഫിസിക്കലി വേറെ ഡിഫറൻസുകളൊന്നുമില്ല. പക്ഷേ LP6 V1ൻ്റെ അകത്ത് സെൽഫ് നോയ്സ് വളരെ കൂടുതലായിരുന്നു. അത് നോർമൽ കേസിൽ തന്നെ ഓഡിബിൾ ആയിരുന്നു. പക്ഷേ LP6 V2ൻ്റെ അകത്ത് അവർ പുതിയ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്ത് അത് 12 dB വരെ കുറച്ചിട്ടുണ്ട്. മോണിറ്റേഴ്സിൻ്റെ കൂടെ 4 സ്റ്റിക്കി റബ്ബർ ഫീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിതിൽ ഫിക്സ് ചെയ്യാം. മോണിറ്റർ സ്റ്റാൻഡിലേക്ക് ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്യാതെ ഒരു ഐസൊലേഷൻ പാഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അൺനെസറി റെസ്പോൺസസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാലി LP6 V2 ഡെഫിനറ്റ്ലി ലുക്കിംഗ് ഗോർജസ് ആൻഡ് ഗുഡ് ബിൽഡ് ക്വാളിറ്റി. 2-way ഡിസൈനിൽ 6.5 ഇഞ്ച് ഒപ്റ്റിമൈസ്ഡ് പേപ്പർ കോണും 1 ഇഞ്ച് ടെക്സ്റ്റൈൽ ട്വീറ്ററുമാണ് ഇതിന് വരുന്നത്. ഡ്യുവൽ ലെയർ വോയിസ് കോയിലാണ് വൂഫറിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ട്യൂട്ടറിന് നമുക്കൊരു 3D ഇമേജിംഗ് വേവ് ഗൈഡ് കാണാൻ സാധിക്കും. വൂഫറിനും ട്വീറ്ററിനും വേണ്ടിയിട്ട് 40 വാട്ട്സിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് D ആംപ്ലിഫയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 80 വാട്ട്സ്. ഫ്രണ്ട് പോർട്ടഡ് മോണിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ വാളിൽ നിന്നുള്ള ബൗണ്ടറി എഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മോണിറ്റർ റൂമിലേക്ക് വേണ്ടി കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് 8 ഡിപ് സ്വിച്ചസ് കാലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, മോണിറ്റർ സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വാളിൽ നിന്നും 20 ഇഞ്ചസ് അല്ലെങ്കിൽ 0.5 മീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 3 ഡിപ് സ്വിച്ചസ് താഴ്ത്തി വയ്ക്കുക. മോണിറ്റേഴ്സ് 0.5 മീറ്റർ അല്ലെങ്കിൽ 20 ഇഞ്ചസിനുള്ളിലാണ് വാളുമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഡിപ്പ് അപ്പിലും 2-3 ഡൗൺ പൊസിഷനിലും വയ്ക്കുക. തേർഡ് ഓപ്ഷൻ, മോണിറ്റേഴ്സ് വെരി ക്ലോസ് ടു വാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ഡൗണും സെക്കൻഡ് സ്വിച്ച് അപ്പ് പൊസിഷനിലും വയ്ക്കുക. ഫോർത്ത് ഓപ്ഷൻ, മിക്സിംഗ് കൺസോൾസിൻ്റെ മീറ്റർ ബ്രിഡ്ജിൽ മോണിറ്റർ പ്ലേസ് ചെയ്താൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിപ് സ്വിച്ച് അപ്പിലും തേർഡ് ഡിപ് സ്വിച്ച് ഡൗണിലും വയ്ക്കുക. ഫിഫ്ത്ത് ഓപ്ഷൻ, സ്റ്റുഡിയോ മോണിറ്റേഴ്സ് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടേബിളും വാളുമായിട്ടുള്ള ഡിസ്റ്റൻസ് 20 ഇഞ്ചിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിപ് സ്വിച്ച് ഡൗണിലും തേർഡ് അപ്പ് പൊസിഷനിലും വയ്ക്കുക. സിക്സ്ത് ഓപ്ഷൻ, 20 ഇഞ്ചിൽ കുറവ് വാളുമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ഡിപ് സ്വിച്ച് അപ്പ്, സെക്കൻഡ് ഡൗൺ. ഡെസ്ക് ആൻഡ് മോണിറ്റേഴ്സ് വെരി ക്ലോസ് ടു വാളാണെങ്കിൽ ഫസ്റ്റ് ഡിപ് സ്വിച്ച് ഡൗൺ, സെക്കൻഡ് ആൻഡ് തേർഡ് അപ്പ് പൊസിഷൻ. എയ്ത്ത് ഓപ്ഷൻ, സ്റ്റുഡിയോ ഡെസ്ക് ആൻഡ് സ്റ്റുഡിയോ മോണിറ്റർ സ്റ്റാൻഡ് ഉപയോഗിക്കുമ്പോൾ 1, 2, 3 ഡിപ് സ്വിച്ചസ് അപ്പ് പൊസിഷൻ. നെക്സ്റ്റ് വരുന്ന 4 and 5 ഡിപ് സ്വിച്ചസ് ലോ ഫ്രീക്വൻസി ട്രിമിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. +or-2 dB നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലോസ് ടു വാൾ സ്റ്റുഡിയോ മോണിറ്റർ പ്ലേസ്മെൻറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിക്കേണ്ടി വരും. നെക്സ്റ്റ് വരുന്ന ഹൈ ഫ്രീക്വൻസി ട്രിം ഡിപ് സ്വിച്ചസ് 6 and 7 അസൈൻ ചെയ്തിരിക്കുന്നത്. സിമിലർ ടു ലോ ഫ്രീക്വൻസി നമുക്ക് ഇതിലും +or-2 dB അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് വരുന്ന ഡിപ് സ്വിച്ച് 8 RCA ഇൻപുട്ട് ഓൺ ആൻഡ് ഓഫ് ആണ്. RCA ഇൻപുട്ട് ക്യാൻ ബി ആക്ട് ആസ് ആൻ ആൻറ്റന. സോ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇത് ഓഫ് പൊസിഷനിൽ വെക്കുക. നേരത്തെ പറഞ്ഞ 8 ഡിപ് സ്വിച്ചസുകളാണ് ഈ ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. മോണിറ്ററിലുള്ള ഡയഗ്രാംസ് നോക്കി തന്നെ ഡിപ് സ്വിച്ചസ് അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വോളിയം നോബാണ് വരുന്നത്. ഈ നോബ് 0 dBയിൽ പ്ലേസ് ചെയ്യാനാണ് കാലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഓഡിയോ ഇൻ്റർഫേസിൽ നിന്നോ മോണിറ്റർ കൺട്രോളർ വഴിയോ സ്റ്റുഡിയോ മോണിറ്റർ ലെവലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലെഫ്റ്റ് റൈറ്റ് മോണിറ്റേഴ്സ് തമ്മിലുള്ള പ്ലേസ്മെൻറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ നോബ് ഉപയോഗിച്ചിട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായി ഇൻപുട്ട് സെക്ഷനിൽ 3 ഡിഫറൻറ്റ് ഇൻപുട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അൺബാലൻസ്ഡ് RCA ഇൻപുട്ട് ഫോർ കൺസ്യൂമർ ഡിവൈസസ്.
-10 dB ആണ് ഇതിൻ്റെ ഇൻപുട്ട് സെൻസിറ്റിവിറ്റി. കൺസ്യൂമർ ഡിവൈസ് ആയിട്ടുള്ള CD പ്ലെയേഴ്സ്, മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ബാലൻസ്ഡ് TRS ഇൻപുട്ടാണ്. +4 dB ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി. നമുക്ക് അൺബാലൻസ്ഡ് ആയിട്ടുള്ള TS കണക്ഷൻസും കണക്ട് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ്ലി ബാലൻസ്ഡ് XLR കണക്ടറാണ് വരുന്നത്. +4 dB ആണ് സെൻസിറ്റിവിറ്റി. സ്റ്റുഡിയോ പർപ്പസിന് ഓഡിയോ ഇൻ്റർഫേസിൽ നിന്ന് മോണിറ്ററിലേക്ക് TRS to XLR ബാലൻസ്ഡ് കണക്ഷനാണ് കൊടുക്കാറുള്ളത്. അടുത്തതായി ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ഉള്ള ഒരു IEC പവർ ഇൻപുട്ടാണ് വരുന്നത്. തൊട്ടടുത്ത് തന്നെ പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കാലി LP6 V2വിൻ്റെ റിയർ സൈഡിൽ വരുന്ന ഓപ്ഷൻസ്. 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന വളരെ നല്ലൊരു മോണിറ്ററാണ് കാലി LP6 V2. പ്രൊജക്ട് ലോൺ പൈൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് LP. ഈ മോണിറ്റേഴ്സ് പെയർ ചെയ്തിരിക്കുന്നത് ആൻഡ്ലോപ്പിൻ്റെ ഡിസ്ക്രീറ്റഡ് സിനർജി കോർ ഓഡിയോ ഇൻ്റർഫേസ് ആയിട്ടാണ്. ഹൈ എൻഡ് DA കൺവെർട്ടേഴ്സ് വരുന്ന മോണിറ്റർ ഔട്ട്പുട്ട്സ് ആണ് ഡിസ്ക്രീറ്റഡ് സിനർജി കോറിനുള്ളത്. അതുകൊണ്ട് തന്നെ കാലി LP6ൽ നിന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൗണ്ടും നല്ലൊരു സ്റ്റീരിയോ ഇമേജിങ്ങുമാണ് കിട്ടുന്നത്. സ്റ്റുഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന മറ്റ് ഹൈ എൻഡ് മോണിറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് കാലി LP6 V2 പ്രൊവൈഡ് ചെയ്യുന്നത്. മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സ്റ്റുഡിയോ റെക്കോർഡിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഈ മോണിറ്റർ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാലി LP6 V2വിൻ്റെ ഈ ഒരു ഷോർട്ട് റിവ്യൂ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു കണ്ടന്റുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.